അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാതാപിതാക്കളുടെയും വന്യരായ ഉസ്താദുമാരുടെയും കുരുത്തവും പൊരുത്തവും നേടുന്ന മക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞതിന് ശേഷം അവൻ്റെ അടിമകളാകുന്ന നമ്മോട് അള്ളാഹു പറയുന്നത് അവൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മെ ചിന്തിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളോട് വലിയ രൂപത്തിലുള്ള ബാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ മാതാപിതാക്കളോട് ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഒരുപക്ഷെ നമ്മുടെ സമ്പത്തിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഭംഗിയുടെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ കഴിയാത്ത രൂപത്തിൽ പരസ്പരം മരണപ്പെടുന്നതിൻ്റെ മുമ്പേ തൃപ്തിപ്പെട്ട രൂപത്തിലല്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്ന കുടുംബം നമുക്ക് കാണാം. എന്നാൽ അതൊരു നമ്മുടെ പാരത്രികമായ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ തുടക്കമാണ് എന്ന് നാം അറിയണം. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഏതൊരാളും അവൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവൻ്റെ മക്കൾ, ഇതിൻ്റെ ഇടയിൽ ബന്ധം വഷളാകുന്ന രൂപത്തിലാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനെ തകിടം മറിക്കും. എന്നാൽ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ മാതാപിതാക്കളുമായി ബന്ധമില്ലാത്ത, അവരുമായി നല്ല രൂപത്തിലല്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ പിന്നീടും നമുക്ക് നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ, പരലോകം സുന്ദരമാക്കാൻ ചില അവസരങ്ങൾ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചോദിക്കപ്പെടുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം, സുഇല അനിൽ വാലിദൈനി, മാതാപിതാക്കളെക്കുറിച്ച് ചോദിക്കപ്പെടുകയാണ്. ആ മാതാപിതാക്കൾ അവരുടെ മക്കളുമായി നല്ല രൂപത്തിലല്ല വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അതായത് മക്കളും മാതാപിതാക്കളും തെറ്റിയിട്ടോ പിണക്കത്തിലോ ആയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഈ അവസരത്തിൽ മക്കൾക്ക് അവരുടെ മാതാപിതാക്കളുടെ തൃപ്തി നേടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിക്കപ്പെടുകയാണ്. ആ സമയത്ത് 3 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അവന് മാതാപിതാക്കളുടെ തൃപ്തി നേടാൻ കഴിയുമെന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, 1 അവലുഹ അയ്യക്കൂന സ്വാലിഹ, ഈ മകൻ സ്വാലിഹായി അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനായി വളരുക, അവൻ സ്വാലിഹാവുക. 1. രണ്ടാമത്, മാതാപിതാക്കളുടെ കുടുംബക്കാരോട്, മാതാപിതാക്കളുടെ കൂട്ടുകാരോട് നല്ല നിലയിൽ പെരുമാറുക, കുടുംബബന്ധം ചേർക്കുക. അവരുടെ മാതാപിതാക്കളുടെ കുടുംബവുമായി കുടുംബബന്ധം ചേർക്കുക, അവരുടെ കൂട്ടുകാരുമായി, മാതാപിതാക്കളുടെ കൂട്ടുകാരുമായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക. 3. അയ്യസ്തഗ്ഫിറ ലഹുമാ വയദ്ഉ ലഹുമാ വയതസദ്ദഖു ലഹുമാ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ തൃപ്തി നേടാൻ കഴിയും എന്നുള്ളത് ചരിത്രത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് ഈ സാഹചര്യം വളരെ മലീമസമായി, വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. മക്കളും മാതാപിതാക്കളും അതുപോലെ ജ്യേഷ്ഠ അനിയ സഹോദരങ്ങൾ ബന്ധങ്ങളില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയില്ലാതെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മരണപ്പെടുമ്പോൾ നമുക്കിടയിലും അവർക്കിടയിലും ബന്ധമില്ലാതെ, അള്ളാഹുമായി പൊരുത്തമില്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ നമ്മുടെ ആഖിറം, നമ്മുടെ പരലോകം മോശമാകും. അതുകൊണ്ട് നമ്മുടെ കുടുംബവുമായി, നമ്മുടെ മാതാപിതാക്കളുമായി നമ്മൾ നല്ല രൂപത്തിലാവണം നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാ നിലക്കും ഖൈറുകൾ നമുക്ക് തുറന്നു തരട്ടെ. ജോലിയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലുമൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ.